ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്കാർബ്രോ പോവാണ് കേട്ടോ. അവൾ സ്ട്രാറ്റ്ഫോർഡിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കാർബ്രോ പോവാണ്. അപ്പോൾ ഇന്ന് വീഡിയോ ആ ട്രിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനത് പറഞ്ഞു തന്നപ്പോൾ ഒരു ഫ്രണ്ടെന്ന് ആയിപ്പോയിട്ടോ. ശരിക്കും അങ്ങനെ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് അഞ്ജു എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ജു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് എന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ഒരു വല്ലാത്ത ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ പറയാം. നീ ടെൻഷൻ അടിക്കണ്ട. നീ ഒന്നും ഇതാണ് എന്റെ ഫ്രണ്ട് അഞ്ജു. ഹലോ. ഇത് മറ്റേ നമ്മുടെ ഒരു റീലില്ലേ, രണ്ടുപേരും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാ ഹലോ ഹലോ. ഓക്കെ, അപ്പൊ അഞ്ജുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ അഞ്ജു, നമ്മള് 2011 കാലഘട്ടത്തില് 2011 കാലഘട്ടത്തില് മാവേലിക്കരയില് ഉള്ളവർക്കറിയാം, വാളക്കോട്ട് എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. വാളക്കോട്ടില് നമ്മൾ സാധാരണ ബസ്സില് ഫ്രണ്ടില് ശിവന്റെയും മാതാവിന്റെയും ഒക്കെ വിഗ്രഹങ്ങളല്ലേ വെക്കുന്നത്. വാളക്കോട്ട് ബസ്സിന്റെ ഫ്രണ്ടില് ഏറ്റവും ഫ്രണ്ടില് വിഗ്രഹത്തിന് വരെ ഈ അഞ്ജു പല്ലിയിൽ കമ്പിയൊക്കെ ഇട്ട് അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ വാളക്കോട്ട് ബസ് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അഞ്ജുവിനെ അറിയായിരിക്കും. അഞ്ജു ഇപ്പൊ ഭയങ്കര മോഡേൺ ആയി സുന്ദരിയായി. അപ്പൊ നമ്മള് ഇന്ന് പോകുന്നത് അഞ്ജുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അഞ്ജുവിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ്. ഇപ്പൊ ഓൾറെഡി അഞ്ജുവിന്റെ ബർത്ത്ഡേ ആയിട്ടുണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ മോനെ. ഓക്കെ, ഇത് നമ്മൾ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും പോകുന്നത്. ഇപ്പൊ പോകുന്നത് നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങള് 3 പേര് ഒരുമിച്ച് പഠിച്ചതല്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. +1 +2 എനിക്ക് അറിയത്തില്ലേ, ഇത് ശരിയാവില്ല. അപ്പൊ +1 +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. +1 +2 വിഷമൂറി പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ 3 പേരെയും പറ്റി പ്രത്യേകിച്ച് നല്ല അഭിപ്രായമായിരിക്കും. അപ്പൊ ഞങ്ങള് അവിടോട്ടാണ് പോകുന്നത്. സ്കാർബ്രോയില് അലീറ്റയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. പ്രൊഫഷൻസ് കിട്ടിയത് അവൾക്കായിരുന്നു. നമുക്ക് +2 ഏറ്റവും കൂടുതൽ മാർക്കിനുള്ളത്, നല്ല നടപ്പിനുള്ളതായിരുന്നെങ്കിൽ ചിലപ്പോ അത് കൈവിട്ട് പോയത്. ഏറ്റവും കൂടുതൽ മാർക്കിന് അവൾക്കായിരുന്നു കിട്ടിയത്. ഞങ്ങളുടെ വരവ് അത്ര സ്മൂത്ത് ആയിരുന്നില്ല കേട്ടോ. 2-3 ഇടത്ത് നിർത്തിയും ചവിട്ടിയൊക്കെയാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്താറായി, സ്കാർബ്രോ. ഇതാണോ വീട്? ഇതാണേലും അല്ലെങ്കിൽ ഈ വീട്ടിൽ കയറാം കേട്ടോ. ഇത് അടക്കാൻ എനിക്കറിയില്ലേ. ഞാനിതല്ല പ്രതീക്ഷിച്ചത്. ഇതാണ് എന്റെ മോട്ടിവേറ്റർ. അലീറ്റ അവളുടെ ഹൗസ് മേറ്റ്സും ആണ് കേട്ടോ അവിടെ താമസിക്കുന്നത്. ഹൗസ് മേറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവരും. അപ്പോൾ അലീറ്റ അഞ്ജുവിന് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അഞ്ജു ആദ്യം തൊട്ടേ അഞ്ജു പറയേണ്ടിയിരുന്നു ഒറ്റയ്ക്ക് നിന്ന് കേക്ക് വെട്ടാൻ അഞ്ജുവിന് ആങ്സൈറ്റി ആണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നിർത്തി അവളെ കൊണ്ട് കേക്ക് വെട്ടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നല്ല കേക്ക് കട്ട് ചെയ്തത്. പിറ്റേന്ന്, അതായത് March 8 രാവിലെ ആയിരുന്നു കേക്ക് കട്ട് ചെയ്തത്. ഇത് വെറും ഫോട്ടോ എടുക്കാനുള്ള പ്രഹസനം മാത്രമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കും കേട്ടോ. അപ്പോൾ ഫോട്ടോയ്ക്കൊന്നും നമുക്ക് ഒരു ക്ഷാമവും വരാറില്ല. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇവളുടെ ഈ മിനിയൻസ് തീമിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഒരു ഹോട്ടലിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഫുഡ് അടിക്കുക, ഡിന്നറിന് അവിടെ ഇരിക്കുക എന്നാണ് പ്ലാൻ ചെയ്തത്. ടൊറൻറ്റോയിൽ ജോയി കിങ് സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു ട്രാവലാണ് ഇത് കേട്ടോ. ഞങ്ങൾ റൈഡ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്, ഊബർ എടുത്തിട്ടാണ് പോയത്. പക്ഷെ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ അഞ്ജുവിന് വായിൽ ഒരു ഡെൻ്റൽ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര ടയേർഡായി. അപ്പോഴത്തേക്ക് ഓൾറെഡി ഷിഫ്റ്റ് കഴിഞ്ഞ് ഡയറക്റ്റ് അവൾ വന്നതായിരുന്നു. അവൾക്ക് തീരെ വയ്യാതായി ആ സമയമായപ്പോഴത്തേക്ക്. ഓക്കെ ആണോ അഞ്ജു? അതെ, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞാലും അഞ്ജു
2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ബാക്കി അലീറ്റ, പാറു, വർഷേഷ് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ചു. ഇത് ടാക്കോസാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ അവരൊക്കെ സാലഡായിരുന്നു ഓർഡർ ചെയ്തത്. നല്ല ഫുഡായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. പക്ഷേ പാവം അഞ്ജുവിന് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അഞ്ജു ശരിക്കും ടയേർഡായി. അഞ്ജു ഫുഡിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ആൾക്കാർ വന്ന് ആരുടെയാണ് ബർത്ത്ഡേ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്ക് ആരെയും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അഞ്ജു കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക്. അപ്പം ഞങ്ങൾ ഫുഡ് ടേക്ക് ഔട്ട് ചെയ്തു. ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നേരെ ഞങ്ങളുടെ പ്ലാൻസ് പലതും കട്ട് ചെയ്ത് അങ്ങനെ വന്ന് കിടന്നുറങ്ങുക ചെയ്തത്. ഞങ്ങൾ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്. പിന്നെ അഞ്ജുവിനെ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വിളിച്ച് ശരിയാക്കി കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പവും ചെമ്മീനും അലീറ്റയും വർഷേഷും ഉണ്ടാക്കിയതാണ്. കാണിക്കേ, കൈ കാണിക്കേ. കള്ളി കത്രിക പൊട്ടിച്ചിട്ട് എന്താണേലും ഈ വീട് നശിപ്പിക്കാൻ വേണ്ടി വന്നു. പറയാനില്ല, എന്താന്ന് അറിയില്ല. നിന്റെ മുഖം കണ്ട പിന്നെ അന്നത്തെ ദിവസം പോക്കാം. കാരണം നീ എന്ത് സുന്ദരിയാണെന്ന് അറിയാമോ എന്നൊക്കെ ഞാൻ പറയും. കണ്ടാലും മതി കുളിക്കാൻ. ആദ്യമായിട്ട് പ്ലസ് 1 വെച്ച് കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ ടൈം ടേബിളിൽ അഞ്ജു വന്നപ്പോൾ പണ്ടത്തെ ഓട്ടോഗ്രാഫൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അതിൻ്റെ ഒരു വായനയാണ് ഇപ്പോൾ അവിടെ നടന്നത്. കുറേ നമ്മൾ ചിരിച്ചു കേട്ടോ പണ്ടത്തെ ഓരോ ഓട്ടോഗ്രാഫിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. കേക്ക് അലീറ്റ തന്നെ ഉണ്ടാക്കിയതാണ്. അവൾ കുറേ സമയം എടുത്ത് ഉണ്ടാക്കിയതാണ്. ഇന്നാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. ഇന്നലെ അവസ്ഥ ശരിയല്ലായിരുന്നത് കൊണ്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഷിഫ്റ്റുള്ള കാരണം എനിക്ക് അന്ന് തന്നെ പോകണമായിരുന്നു. പക്ഷേ അഞ്ജു അവിടെ സ്റ്റേ ചെയ്തു. അവർക്ക് വേറെ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. കാരണം അവൾ തലേന്ന് മൊത്തത്തിൽ ഓഫായിരുന്നു. അതുകൊണ്ട് അഞ്ജു അവിടെ തന്നെ നിന്നു. ഞാൻ റൈഡ് എടുത്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും കുറേ നമ്മൾ ചിരിച്ചു. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞ ചിരി മാത്രമേ ഉള്ളൂ. സംസാരം വളരെ കുറവാണ്. ഇവർ 2 പേരാണേലും അലീറ്റയുടെ ഫ്രണ്ട്സായിട്ട് നമ്മൾ മീറ്റ് ചെയ്തതാണേലും ഞങ്ങളുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൽ വരുന്ന ആൾക്കാരാണ് പാറും വർഷേഷും. അപ്പോൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളവർ. പോകാൻ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വേറൊരു ദിവസം വരാമെന്ന് വെച്ചിട്ട് റൈഡ് എടുത്ത് നേരെ കിച്ചണറിലോട്ട് വന്നു. റൈഡ് അത്ര സുഖകരമായിരുന്നില്ല. ഞാൻ അപ്പുറം ഇപ്പുറം 2 ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരുന്നത്. എൻ്റെ കാലിന് അത്യാവശ്യം നീളമുള്ളത് കൊണ്ട് കാല് ചുരുട്ടി മടക്കി ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ കിച്ചണർ വരെ എത്തിയത്. പക്ഷേ കുറച്ച് ഇറങ്ങാറായപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം മാറിയത് കൊണ്ട് കുറച്ച് നേരം സുഖമായിട്ടിരിക്കാൻ പറ്റി.